വളരെ സന്തോഷം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഞങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഈ നാടിനോടൊപ്പം തന്നെ പൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അപവാദ പ്രചരണങ്ങളെല്ലാം തട്ടിമാറ്റി ജനങ്ങൾ എന്നെ അംഗീകരിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദി ജനങ്ങളോട്. ഇന്നലെ കൂടി ഞാൻ ആ പോളിംഗ് ബൂത്തിൽ വളരെ വിഷമകരമായാണ് നിന്നത്. വളരെ വിഷമകരമായാണ് നിന്നത്. അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി. ജനങ്ങൾ എന്നെ മനസ്സിലാക്കി. എല്ലാരെയും കാണും. നമ്മുടെ ഏരൂർ ആലഞ്ചേരി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല ഒരു വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന് LDFന്റെ എല്ലാ കക്ഷികളും നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അവിടുത്തെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. UDFന്റെയും BJPയും നുണ പ്രചാരണങ്ങളെ നമ്മുടെ LDFന്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് LDFന്റെ ആലഞ്ചേരിയിലുണ്ടായ വിജയം. അത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും LDFന് വരാൻ പോകുന്ന വിജയത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ആ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ വോട്ടിന്റെ നമ്മൾ LDFന്റെ 2 ബൂത്തിലും നമുക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ നല്ല നിലയിലുള്ള ഒരു വിജയമാണ് നമുക്ക് ലഭിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള അംഗീകാരവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അംഗീകാരമാണ് ആലഞ്ചേരിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്ന് ആലഞ്ചേരി വാർഡിലെ വികസനത്തിന് വളരെ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളൊരു പ്രവർത്തനം നടത്തുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.